ഹായ്. അങ്ങനെ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹണി മ്യൂസിയത്തിൻ്റെ അകമെല്ലാം കണ്ടിരുന്നു. ഇന്ന് നമ്മൾ പുറത്തുള്ള കാഴ്ചകളാണ്. ആദ്യം തന്നെ നമുക്ക് കാണാനുള്ള ഒരു പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികൾക്കെല്ലാം അവിടെ ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പാർക്കാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ താഴേക്കുള്ള കുറച്ച് കാഴ്ചകളുണ്ട്, അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കുറേ തേനീച്ചകളുടെ കൂടുകൾ, ബോക്സുകൾ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടുന്ന് അങ്ങ് അറ്റം വരെയും ഈ ഒരു വലതുവശത്ത് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ താഴോട്ട് നമുക്ക് കാഴ്ചകളെന്ന് പറയുന്നത് ഒരു ഫിഷ് സ്പാ ഉണ്ട്. അതുപോലെ സ്ട്രെയിറ്റ് നമുക്ക് നേരെ നോക്കി കാണാം, ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുള്ള അവിടെയാണ് നമുക്ക് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഫിഷ് സ്പായിൽ നമുക്ക് കയറി 5 മിനിറ്റും 10 മിനിറ്റൊക്കെ ഇരിക്കുന്നതിന് 50 രൂപ, 100 രൂപ അങ്ങനെയാണ് എടുത്ത ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് കയറിയിരിക്കാം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള പിള്ളേരൊക്കെ ഇതിനകത്ത് കയറിയായിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേക കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ടത്. സ്കിൻ അലർജിയും അതുപോലെ മുറിവുകളൊക്കെ ഉള്ളവർ ഇത് ഉപയോഗിക്കരുതെന്നും, അതുപോലെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് 2 തവണ കാലൊക്കെ കഴുകിയിട്ട് വേണം ഇതിനകത്ത് വന്ന് ഇരിക്കാനൊക്കെ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കയറിയിരുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് എങ്ങനെയുണ്ടെന്നറിയാൻ വേണ്ടി അതിനകത്തോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പ് വഴി നമ്മൾ നേരെ മേളിലോട്ട് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു രസമാണ്. കാരണം അവിടുത്തെ പെയിൻറ്റിങ്, ആ യെല്ലോ റെഡും കൂടെയുള്ള കോമ്പിനേഷനിലുള്ള ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും തന്നെ ഒരു നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന താഴെ കൂടെ ഒഴുകുന്നൊരു പുഴ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കവുങ്ങും തെങ്ങും അതുപോലെ തേയിലത്തോട്ടമൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാം. ദൂരേക്ക് നോക്കുമ്പോൾ കുറേ മലനിരകൾ കാണാം. അതൊരു ചെറിയൊരു വ്യൂ പോയിൻ്റായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാവുന്ന കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നടന്നു വന്ന വഴിയാണ്. അപ്പോൾ അവിടുന്ന് മേളിൽ നിന്ന് ഇവിടം വരെ ഉള്ളൂ ഇതിൻ്റെ ഇവിടുത്തെ ഒരു സ്ഥലവും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളെന്നൊക്കെ പറയാൻ വേണ്ടി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുതിര, ഒട്ടകപ്പക്ഷിയൊക്കെ നിൽപ്പുണ്ട്. അത് വേറെ ഒരു മൃഗശാലയാണ്. അത് ഇവിടെ തന്നെ വൈത്തിരി തന്നെയുള്ള നമ്മുടെ ഈ ഹണി മ്യൂസിയത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അവിടെയുള്ള കുതിരയും അതുപോലെ ഒട്ടകപ്പക്ഷിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല, നമ്മളിപ്പോൾ രാത്രിയായി. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് അവിടുന്ന് ഇറങ്ങി നമ്മുടെ തൊട്ട് മുമ്പിൽ പഴയ വൈത്തിരി ജംഗ്ഷനിൽ തന്നെയുള്ള ഹോട്ടലിൽ ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു കുഴിമന്തി ഓർഡറൊക്കെ ചെയ്ത് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. എന്തായാലും ഇവിടുത്തെ ഫുഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നല്ല രുചികരമായിട്ടുള്ള ഒരു ഫുഡും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് കിട്ടിയത്. രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഇവിടെ കയറുന്നത്. നമ്മൾ തിരിച്ച് വയനാട്ടിൽ നിന്ന് പോകുന്നവരെയും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് നൈറ്റ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറൊരു സ്ഥലവുമായിട്ട് നമുക്ക് കാണാം.